വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ യാത്ര ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അന്തവും കുന്തവും ഇല്ലാത്ത യാത്രയാണ്. നമ്മളിങ്ങനെ വെറുതെ തെണ്ടി നടക്കുന്നു. ഒരു ലഞ്ച് ഷോപ്പിൽ കയറി, അതിനുശേഷം നടന്ന ക്ഷീണത്തിൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് താൽ കിച്ചണിലേക്ക് എത്തി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നെ ലേറ്റ് ആയതുകൊണ്ട് ചോറ് കഴിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഷവർമയും കഴിച്ചു, വയറ് നിറച്ചു. അതിനുശേഷം നേരെ തന്നെ MG റോഡിൽ പുതിയതായിട്ട് ഓപ്പണാക്കിയ പർപ്പിൾ ഔട്ട്ലെറ്റിലേക്ക് നമ്മളെത്തി. അവിടെ പോയി 1-2 സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്ന് വെച്ച് പോയതാണ്. പക്ഷേ നമ്മൾ ഓൺലൈൻ വാങ്ങിക്കുന്നതിനേക്കാളും ഒടുക്കത്തെ റേറ്റായിട്ടാണ് അവിടെ തോന്നിയത്. അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിച്ചില്ല. വീണ്ടും യാത്ര തുടർന്നു. ശേഷം നമ്മൾ നേരെ ബ്രോഡ്വേയിലേക്കാണ്. റൂം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പിൽ കയറി കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അതിനുശേഷം ഗിഫ്റ്റ് ഐറ്റംസ് മേടിക്കാൻ പറ്റിയ കുറച്ച് ഷോപ്പിൽ കയറി. അവിടെ പോയപ്പോൾ ക്യൂട്ടായിട്ടുള്ള കുറേ ഗിഫ്റ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിതൊന്നും വാങ്ങിച്ചില്ല, പക്ഷേ എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. എന്തൊക്കെയാണ് സംഭവം എന്നുള്ളൊരു കൗതുകമായിരുന്നേ. പിന്നെ കുറച്ച് കമ്മൽ സെറ്റുകളാണ് കണ്ടത്. എനിക്കിതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ 1-2 അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ 150 രൂപയ്ക്ക് നല്ല അടിപൊളി ചെരുപ്പ് കിട്ടി. പിന്നെ അതിനുശേഷം കുറച്ച് ടെഡി ബിയേഴ്സിനെയൊക്കെ കണ്ടു. ഇതൊന്നും വാങ്ങിക്കാൻ നിന്നില്ല, പക്ഷെ എല്ലാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു. അതിനുശേഷം രാത്രിയായപ്പോൾ ബ്രോഡ്വേയിൽ ആ ഭംഗിയൊക്കെ അവിടെ വന്നു തുടങ്ങി. ലൈറ്റും സ്റ്റാറും എല്ലാം ഇങ്ങനെ മിന്നി തിളങ്ങാൻ തുടങ്ങി. അപ്പോൾ നമ്മളെല്ലാം അവിടെ ഇങ്ങനെ കണ്ട് അതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലുള്ള ആരും തന്നെ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ബ്രോഡ്വേയിലോട്ട് പോകാൻ മിസ്സാക്കാറില്ല. കാരണം അതൊരു ഒന്നൊന്നര വൈബാണ് കേട്ടോ. അതേപോലെ തന്നെ എല്ലാ ഐറ്റംസും അവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ സാധാരണ ഷോപ്പുകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് ബ്രോഡ്വേയിൽ നിന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് അവിടെ തന്നെ പോകുമെന്ന് ഞാൻ പറയുന്നു. ഞാൻ ഇനിയും പോകും കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര കഴിഞ്ഞു, ക്ഷീണിച്ചു. നമ്മൾ 1-2 ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് പോയി.